ശ്രീ പ്രശാന്ത്, ഈ പാകിസ്ഥാൻ്റെ സ്ഥിതി വീണ്ടും അതീവ ഗുരുതരമായി മാറുകയാണ്. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇമ്രാൻഖാൻ അനുകൂലികൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഭരണത്തിന് നേരെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. സൈന്യം ഇതിനെ ഏത് തരത്തിൽ അടിച്ചമർത്തുമെന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ മറ്റ് ബാഹ്യശക്തികളും ഈ ആഭ്യന്തര കലാപത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള സ്ഥിതി വിവരങ്ങളൊക്കെ? സ്ഥിതി വിവരങ്ങൾ പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ആഭ്യന്തര യുദ്ധം, അതുപോലെ അഫ്ഗാനുമായിട്ടുള്ള സംഘർഷം. ഇപ്പോൾ ഇതിനകത്ത് ആഭ്യന്തര യുദ്ധം വളരെ മൂർച്ഛിച്ചിരിക്കുക. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഇതുപോലെ വലിയൊരു മാർച്ചുമായിട്ട് പോയി ഇസ്ലാമാബാദ് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ വന്നു. പിന്നെ അതിനകത്തുനിന്ന് സൈന്യം ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് തടയിട്ട് ഒരു പരിധിയിൽ പിടിച്ചേക്കും. പക്ഷേ അന്ന് തൊട്ടേ ഇവർ പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇവരെല്ലാം അതായത് പ്രദേശങ്ങളിൽ ഈ സംഘർഷാവസ്ഥ തുടരുകയും ഇവരെല്ലാം അവിടെ ഇവിടെയും ജനങ്ങൾ ഹോൾഡായി നിൽക്കുക. അപ്പം ഈ വഴിയെല്ലാം ഏതാണ്ട് 29 പാതകൾ അടച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് ഇസ്ലാമാബാദിലേക്കുള്ള. അതുപോലെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, POK ഉൾപ്പെടെയുള്ളത് ഈ യുദ്ധം നടത്തും. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചൈനക്കാരുമായിട്ട് നിരന്തര സംഘർഷം, ചൈനക്കാരെ വധിക്കുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പണി. അവർ വലിയ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് ഈ പാകിസ്ഥാനെതിരെയുള്ള ബലൂചിസ്ഥാൻ ഗ്രൂപ്പ് വളരെ ശക്തമാണ്. അതിന് വെളിയിൽ നിന്നുള്ള പിന്തുണയും വളരെ ഈ ബലൂചിസ്ഥാൻ ഗ്രൂപ്പും ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതുപോലെ താലിസ്ഥാൻ താരിഫ് ആർമി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഈ ഇവരുടെ അഫ്ഗാനിസ്ഥാൻ അതിനകത്ത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഇവരാണല്ലോ. എൻ്റെ പേരെന്നെ ഈ എന്തുവാ ഈ താലിബാൻ. അതിൻ്റെ ഒരു ഗ്രൂപ്പ് വേറെ പേരിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഈ പാകിസ്ഥാനിൽ. അവരും കൂടെ കൂടി, അതായത് ഇതിനകത്ത് അവരെല്ലാം ഈ സായുധരാണല്ലോ, ബലൂചിസ്ഥാനും ചാവേറും. അപ്പോൾ ഈ പട്ടാളത്തിന് ഈ ബലൂചിസ്ഥാൻ ഭീകരവാദികളോട് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിന് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. POK എന്ന് പറഞ്ഞാൽ അവരെ നിരന്തരം കൊല്ലുകയാണ്. അത്രയ്ക്ക് അവർ ചാവേറും എന്തിനും തയ്യാറാണ്. അവർക്ക് അവരുടെ പോരാട്ടം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചാവേറുകളാവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചേക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേന് ഇസ്ലാമാബാദ് പിടിക്കുകയാണ്. ഇവർ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നടത്തിയ ഓപ്പറേഷൻ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടാണ് ഈ പറഞ്ഞത് നമ്മൾ മുമ്പേ പറഞ്ഞ 15,000 പട്ടാളത്തോളം പാകിസ്ഥാനിൽ കയറിക്കഴിഞ്ഞു. അതിനകത്ത് 100ഓളം സൈനികരെ കൊന്നു കഴിഞ്ഞു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ബ്ലിക്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അഫ്ഗാൻ പത്രം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി പത്രങ്ങൾ റിപ്പോർട്ട് 100ഓളം സൈനികർ ഇപ്പം കാലങ്ങളായിട്ട് യുദ്ധം ചെയ്തിട്ട് ഇസ്രായേലിൻ്റെയൊക്കെ ഈ പറഞ്ഞ 1,500 സൈനികരാണ് മരിച്ചത്. കാലങ്ങളായിട്ട് എത്ര കൊല്ലമായി? 2 കൊല്ലത്തോളമായി റഷ്യ. അപ്പം ഇതിപ്പം ഒരു ദിവസം തന്നെ ഇങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു യുദ്ധമാണ് സാർ ഇത്? അപ്പോൾ ചുമ്മാ കൊന്നങ്ങ് തള്ളിപ്പോവുക. അപ്പം ഇത് ഈ പാകിസ്ഥാൻ പട്ടാളം എന്നൊക്കെ പറഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാൻ പട്ടാളത്തോടു കൂടി പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉള്ളതെന്നുള്ളതിന് തെളിവല്ലേ. മാത്രമല്ല അതിനകത്ത് ഖാലിസ്ഥാനെ അല്ലെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടി സംവിധാനം ഉണ്ടായിരിക്കും. കാരണം അഫ്ഗാനിസ്ഥാന് ഈ സഹായിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇന്ത്യയോട് പലവട്ടം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്, മോറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം രാജ്യത്ത് അരി വേണ്ടപ്പോൾ അരി, അല്ലെങ്കിൽ സാമ്പത്തികം വേണ്ടപ്പോൾ സാമ്പത്തികം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ട സംവിധാനങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ചില തുറമുഖങ്ങളും അല്ലെങ്കിൽ ചില റൂട്ടുകളും അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലൊക്കെ നടക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിന് ഇത്രയും ഒരു ആവേശം വരുന്നതിൻ്റെ പുറകെ ഇന്ത്യ ഉണ്ടെങ്കിൽ അത് വലിയ അപകടം. കാരണം ഇന്ത്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടി പാകിസ്ഥാനാണല്ലോ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല ആ രാജ്യത്തെ ഇല്ലയോ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യം. അപ്പോൾ ഇപ്പോൾ അത് പൂർണ്ണമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പാകിസ്ഥാനകത്ത് ഇപ്പം ഈ പറയുമ്പോഴും 4 or 5 പ്രവിശ്യകളായിട്ട് തീരുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെ നടക്കുന്നുണ്ട്. അത്രത്തോളം ആൾക്കാർ ആഭ്യന്തര കലഹത്തിൽ അതിനകത്ത്. ഓരോ പ്രദേശവും ഓരോരുത്തർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിൽക്കുക. ഇത് വിഭജിക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അമേരിക്ക പോലെയും ചൈന പോലെയും മറ്റ് രാജ്യങ്ങളൊക്കെ അതിനകത്തൊരു കാര്യമുണ്ട്, അവർ സഹായിക്കുമല്ല. ഈ രാജ്യം വിഭജിച്ച് പോവുകയാണ്. പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ സംവിധാനം പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ കയ്യിലെങ്കിലും ഒരു സംവിധാനമുണ്ട്. പട്ടാളം എല്ലാം ഈ പറഞ്ഞ താടിയും വളർത്തി മീശം വളർത്തി ഈ ഭീകരവാദികളും ഒക്കെയാണ്. എന്നാലും ഒരു രാജ്യമായിട്ട് നിൽക്കുക. ഇത് പല പ്രവിശ്യകളായിട്ട് വീഴ്ച പോകുന്നൊരവസ്ഥയൊക്കെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെ ഇവൻ്റെ കയ്യിലൊക്കെ ഈ അവിടെ ആണവായുധം ഉണ്ടെന്നാണ് പറയുന്നത്.
അതുപോലെ ഈ ആണവായുധം തൊടുക്കാൻ പറ്റുന്ന മിസൈലും ഒക്കെ ഇരിപ്പുണ്ടാകും. ഇതൊക്കെ ഇവരുടെ കയ്യിലേക്ക് ആയിക്കഴിഞ്ഞാൽ സാറേ ഇത് ഇവർക്ക് ഇഷ്ടമുള്ളതോട് വലിച്ചു വിടും. ചാവേറായിട്ട് നിൽക്കും, രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുള്ള പട്ടാളമൊന്നുമല്ലല്ലോ. പാകിസ്ഥാൻ ഒന്നുകൂടെ ഈ കൊടും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. അവിടെ ദാരിദ്ര്യമേ ഒരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു കവർ ബ്രെഡിന്റെ ഒക്കെ വില കേട്ടാൽ നമ്മൾ അതിശയിച്ചു. പെട്രോളിന്റെ വില. അപ്പം ഈ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ഇതിനകത്ത് ഈ വിഘടനവാദികൾ കയറുകയും ഈ രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രവും അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സംവിധാനവും ഒക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്താൽ ഈ പറയുന്ന അണവായുധവും മറ്റു മിസൈൽ സംവിധാനവും ഒക്കെ ഇതുപോലുള്ള തീവ്ര ഗ്രൂപ്പുകളുടെ കയ്യിലായി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടൊക്കെ വെച്ച് കാച്ചുമെന്ന് അറിയാൻ പറ്റുമോ? അവർക്കിതൊന്നും അല്ലല്ലോ, അവർക്ക് ഇവിടെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അവർക്ക് അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഈ എന്തുവാ അങ്ങ് ഇവിടുന്ന് മരിച്ച് അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു ലോകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഇടയ്ക്ക് സ്ഥിതി അല്പം ഗുരുതരമായപ്പോഴേ അവിടുത്തെ ചെറുപ്പക്കാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്, നരേന്ദ്രമോദി ഞങ്ങളെ രക്ഷിക്കൂ എന്നും പറഞ്ഞ് അത്തരത്തിൽ വരെ വരികയും അത് നേരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒട്ടോന്നൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് ദൈവത്തിന് അറിയും. മറന്ന് അതിനെല്ലാം പിടിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അത്രയ്ക്ക് ഈ പറയുന്ന തീവ്ര ഗ്രൂപ്പുകളുടെ ഒരു കേന്ദ്രമാണല്ലോ അത്. അപ്പം ആ ഒരവസ്ഥ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൻ്റെ അകത്ത് ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ ഈ പാകിസ്ഥാനിൻ്റെ ആഭ്യന്തര യുദ്ധം ഏത് തലത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ രാജ്യം പേടിക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് കുറേ കാലങ്ങൾ കൊണ്ടേ അമേരിക്ക ഉൾപ്പെടെ ബാക്കി പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. കാരണം ഇസ്രായേലിനകത്ത് യുദ്ധം നടന്നപ്പോൾ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പലതും ഉണ്ടെങ്കിലും പലർക്കും ഇസ്രായേലിനോട് പ്രശ്നമുണ്ടെങ്കിൽ ഖത്തർ ഉൾപ്പെടെ ഉള്ളവരാണല്ലോ പല ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പം ഏറ്റവും അവസാനം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ ഫണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ്. അതായത് ഖത്തറിലിപ്പം നമുക്ക് ഇന്ത്യക്കാർക്കെതിരെ ഒരു വിലക്ക്, പരസ്യമായിട്ടല്ലാത്തൊരു വിലക്ക് വന്നായിരുന്നല്ലോ, ഹിന്ദുക്കൾ ഏത് ജോലിക്ക് എന്നാലും തിരിച്ചു വിടുക, എടുക്കേണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം താക്കീത് കൊടുത്തു. ജയശങ്കർ ആവശ്യമില്ലാത്ത പണി കാണിച്ചാൽ ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഇന്ത്യക്കാരനെ ഒരുപോലെ കണ്ടാൽ മതി. ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പ്രവേശനമില്ല, മുസ്ലിമിന് മാത്രം. ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും മോശമായ രാജ്യം. ലോകത്തുടനീളം ഈ ഹിന്ദുഹത്യയ്ക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പുകളെ ഉണ്ടാക്കുക, അത് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഫണ്ടുകൾ കൊടുക്കുന്നതിന് തലവന്മാരെ അവിടെ എല്ലാവരെയും ഹോൾഡ് ചെയ്തേക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം ട്രംപ് പറഞ്ഞല്ലോ, പുള്ളിയെ ജയിച്ചാൽ ഉടനെ വിളിച്ച് പറഞ്ഞ് എല്ലാത്തിനെയും വിട്ടോണം പറഞ്ഞു, അല്ലെങ്കിൽ പണിയാവുന്നു. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട് സാറേ. കാരണം ഇതുപോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ കയ്യിൽ ഈ പറയുന്ന രാജ്യം അന്യാധീനപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള വിഘടനവാദികളുടെ കയ്യിലേക്ക് രാജ്യം ചെന്നെത്തുകയും അല്ലെങ്കിൽ പിടിച്ചടക്കുകയൊക്കെ ചെയ്താൽ, ആയുധ ശേഖരങ്ങളൊക്കെ ചെന്നാൽ അത് ലോകത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഏതെങ്കിലും ഇതുപോലെ IS-ൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലോ ഒക്കെ രാജ്യത്തിൻ്റെ അവസ്ഥയില്ല. അടുത്ത മിസൈൽ എടുത്ത് വെച്ച് കൊടുക്കുന്ന ഇന്ത്യയിലോട്ടായിരിക്കും. നമ്മുടെ ഇവിടെ വീഴത്തില്ലയോ എന്നുള്ളതല്ലല്ലോ, നമുക്കിത് തടുക്കാൻ നിൽക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ മാത്രം ഇത് അണുവായുധം ഉണ്ടെങ്കിൽ അത് വാർഹെഡ് ഘടിപ്പിച്ചവന്മാർ ഇവിടത്തുള്ളല്ലോ. അവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെ ഈ ആൾക്കാരെ കൊല്ലുന്നതിന് ഏതാണ്ട് പേര് പറയില്ല, അത് കഴിഞ്ഞിട്ട് അങ്ങ് സ്വർഗത്ത് പോകാമല്ലോ. അവരുടെ ജീവിതം ഇവിടെ അല്ല, ആ സങ്കല്പത്തിലുള്ള ആൾക്കാരില്ലേ. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ഒരുത്തനെ പിടിച്ചപ്പോഴും അവിടെ ചെന്നിട്ട് ഹൂതികളുടെ കൂടെ കഴിയുന്നതിന് വേണ്ടി ഇയാൾ സ്വയം യുദ്ധത്തിന് പോകുമ്പോഴും ഇരുമ്പിയട്ടയാണ് ധരിച്ചിരിക്കുന്നത്. എൻ്റെ സംഘം ഉണ്ടല്ലോ, ആ വിശ്വാസം. ആ രീതിയിലുള്ള അബദ്ധധാരണയിൽ അത്രയ്ക്ക് ഉള്ള ബുദ്ധിവികാസമുള്ള ആൾക്കാരെയാണ് ഈ അല്ലെങ്കിൽ മത തീവ്രവാദികൾ യുദ്ധത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അവൻ ഏത് തരത്തിൽ ഇത് ഉപയോഗിക്കുമെന്നോ പ്രയോഗിക്കുമെന്നോ, അല്ലെങ്കിൽ അവൻ്റെ ലോകത്ത് ഈ പറയുന്നത് പോലെ ലോകത്ത് അമേരിക്ക ഉണ്ടോ, അമേരിക്കയുടെ ശക്തി എന്തോ, അത് ഇസ്രായേലിൻ്റെ ശക്തി എന്തോ, അത് ഇന്ത്യയുടെ ശക്തി എന്തോ, മറ്റൊന്നും അവർക്കറിയത്തില്ല. അവർക്ക് അതിനുള്ള അത്തരത്തിലുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. ആ ബുദ്ധിശൂന്യയുടെ കയ്യിലോട്ട് ഈ സാധനം കിട്ടുക എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഈ വിഘടനവാദ ശക്തികളുടെ ആഭ്യന്തര കലമൊക്കെ മൂർച്ഛിക്കുമ്പം പാകിസ്ഥാനുള്ളതിനേക്കാളും ടെൻഷൻ മറ്റു രാജ്യങ്ങൾക്കുണ്ട്. കാരണം വളരെ കൃത്യമായിട്ട് ഈ ഇതുപോലെ പാകിസ്ഥാൻ്റെ ഭരണം അവരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്നത് വിഘടനവാദികളുടെ കയ്യിലും അല്ലെങ്കിൽ തീവ്രവാദികളുടെ കയ്യിലും ഒക്കെ ആണെങ്കിലും അതിനകത്തുനിന്ന് ആ സംവിധാനം കയ്യിൽ നിന്ന് പോയാൽ ഉടനെ തന്നെ അമേരിക്ക അല്ലെങ്കിൽ ചൈനയുള്ള മറ്റു രാജ്യങ്ങളിനകത്ത് കടന്നു കയറിയാൽ മതി ഒക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ വലിയൊരു അപകടം, ലോകത്തിന് അപകടം വരുത്തുന്ന രീതിയിലെ കാര്യങ്ങൾ പോകും. ഏതായാലും അഫ്ഗാൻ പട്ടാളം കടന്നു കയറിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ആഭ്യന്തര കലവും കൂടിയുണ്ട്. ഇസ്ലാമാബാദ് പിടിച്ചു എന്നുവരെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ്റെ അവസ്ഥ അത്തരത്തിലേക്ക് പോവുകയാണ്. ഏതാണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് കളിച്ച് പാകിസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.